അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ട്. പക്ഷെ എന്തായാലും മാറിക്കൊടുത്തല്ലേ പറ്റൂ. നമ്മുടെ പുതിയ ബിൽഡിംഗ് ഏതാണ്, നമ്മുടെ പുതിയ ടെറിട്ടറി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ റൂം എല്ലാ സാധനമൊക്കെ വാരി കെട്ടി വെച്ചേക്കുന്നു പോകാൻ വേണ്ടി. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ 2.5 വർഷത്തെ ആസത്തിന് ശേഷം ഇറങ്ങാൻ പോകണം. നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അടികൂടിയതും ഈ റൂമിലായിരുന്നു ഈ 2.5 വർഷം. ഇനി ഇങ്ങനെ കറക്കാൻ പറ്റില്ല കേട്ടാ. നമ്മൾ പോവാ ഇവിടെ നിന്ന്. എത്ര വർഷത്തെ കളിയാ? 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നിന്ന് മാറാൻ പോകണം. ഗൈസ്, അപ്പോൾ പറയാൻ പറഞ്ഞത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് അവിടെ തന്നെ താമസിച്ച് നമ്മൾ മാറുമ്പോഴത്തേക്ക് ഒരു വിഷമമുണ്ടല്ലോ, മനസ്സിൽ തട്ടുന്ന ഒരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സിൽ നിന്ന് പോവില്ല മച്ചാ. എന്താ പറയുക, എങ്കിൽ പിന്നെ അതൊക്കെ ഒരു അരുവരെ നിൽക്കട്ടെ. നമുക്കെങ്കിൽ പോയി പുതിയ റൂം കണ്ടാലോ, കാണാം. പഴയ പോലെ പറയുന്ന കണക്ക് തന്നെ എല്ലാവരും വന്നോളി, കണ്ടോളി, പൊക്കോളി. പരിസര പ്രദേശം ഒന്ന് കാണിച്ചു തരാം. അല്ലാ, ഇതാണ് നമ്മുടെ ഫുള്ള് ചുറ്റും കണ്ടെയ്നറുടെ ഇടയിൽ ആരോ എവിടെയോ പറഞ്ഞ പോലെ 3000 പെണ്ണുങ്ങളും ഒത്ത നടുക്ക് എൻ്റെ പൊന്നുമോനും. ആഹാ, ഓഹോ, നമ്മുടെ ഒരു ബിൽഡിംഗ് കണ്ടായിരിക്കുന്നത്. അതാണ് നമ്മുടെ പൊന്നോമനെ മുത്ത് പുതിയത്. അതാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതാണ് ചൂണ്ടി കാണിച്ചു തരാം ഞാൻ. അതാണ് സാധനം. അതാണ് 2 നില. ഓക്കെ, ഇത് ഫുള്ളും ആൾക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആൾക്കാരും ഇല്ല. അപ്പൊ അതാണ് വേറൊരു ആശ്വാസം. പിന്നെ നമ്മളിവിടെ കൂടെ വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ എന്നൊക്കെ. നമ്മുടെ നാട്ടിൽ അമേരിക്ക എവിടെയാണ് ഈ ജംഗ്ഷൻ എന്ന് പറയില്ല, അത് കണക്ക് നമ്മുടെ ദുബായിലെ ജംഗ്ഷൻ ആണ്. വെറും ജംഗ്ഷൻ അല്ല, ഫ്രഷ് മാർക്കറ്റ് ജംഗ്ഷൻ. കണ്ണാ നീ പാക്ക് പൊറിങ്ങ നിറയെ കാളിയുടെ ആട്ടത്തെ ഇനിമേതാ നീ പാക്ക് പൊറിങ്ങ. പടച്ചോനെ, ഒരു നിമിഷം തമിഴ് പ്രേതം കൂടിയതാ, സോറി. അപ്പൊ നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? ഈ പിന്നെ നമുക്ക് ബിൽഡിങ്ങിനുള്ളിലോട്ട് പോയാലോ. ബാബാ എന്നോട് വന്നോളി. ഇതാരാണ് ഇവൻ? ഇത് ഞാൻ തന്നെയല്ലേ? റൂം ഫ്രണ്ടെത്തി. നമുക്കെങ്കിൽ അകത്തോട്ട് പ്രവേശിച്ചാലോ? സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടി. ഒരു 18-ാം പടിയൊന്നും അല്ലെങ്കിൽ ഒരു 10-12 സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ 2ാം നിലയാണ് കേട്ടോ. 10 ഫ്ലോർ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നിലയിൽ നടക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി വന്ന ഉടനെ തന്നെ നമുക്ക് നമസ്കാര റൂമാണ്. നമസ്കാര റൂം കഴിഞ്ഞോടനെ നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം. അത് നമസ്കാര റൂം കഴിഞ്ഞ ഉടനെ നേരെ പോയിട്ട് 110 ദിസ് ഈസ് അവർ റൂം. പുളി ആണ്. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് അപ്പം ഞമ്മൻ്റെ റൂം 110. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതാണ്, നമ്മുടെ സ്വന്തം ആളാണ്, ഉസ്താദാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനാണ്. മാഷാഅല്ലാഹ്. പിന്നെ നമുക്ക് കവാടം തുറന്ന് കയറാം. കവാടം തുറന്ന് കയറിയപ്പോൾ തന്നെ ഉണ്ടാ കട്ടിലിട്ടേക്കുന്നത്. 8 പേർക്ക് കിടക്കാം. പക്ഷേ എന്നാലും നമ്മളിതിനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തി എല്ലാം സെറ്റപ്പ് ആക്കി. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിടന്നാലേ ഉറക്കം വരുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു കറക്കം ഇങ്ങനെയുണ്ട്. കറക്കം ഞാൻ എല്ലാം കറങ്ങി കാണിക്കുന്നുണ്ട്, എല്ലാവരും കണ്ടോളി. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. ആദ്യത്തേത് ഹെവി റൂമായിരുന്നു, പക്ഷെ എന്നാൽ ഇത് ഒട്ടും മോശമല്ല. ഇത് നല്ല റൂമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട റൂം എല്ലാവർക്കും. പിന്നെ ഈ കബോർഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇറക്കിയതാണ്. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനകത്ത് കയറ്റാൻ വേണ്ടി. പക്ഷെ എന്നാലും ഇപ്പോൾ സന്തോഷമാണ്. അതുകൊണ്ട് കാണുന്നില്ല ചൂണ്ടിയത്, അതാണ് എൻ്റെ കട്ടിൽ. പിന്നെ സർവോപരി നോക്കുമ്പോൾ അപ്പോൾ വളരെ സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഓക്കെ.